ിലൂടെ വാഹനം ഓടയിൽ വീണു. തൃക്കാക്കര കൈപ്പടമുകളിലാണ് സംഭവം. യാത്രക്കാർ രക്ഷപ്പെട്ടു. അശ്വിൻ പാലാഴിയിരുന്നു. അശ്വിൻ, എന്താണ് സംഭവിച്ചത്? അയ്യോ, വണ്ടി മറിഞ്ഞു അശ്വിൻ. തൃക്കാക്കര കൈപ്പടമുകളിലാണ് ഈ സംഭവം. ഒരു വണ്ടി, റോഡിലൂടെ പോകുന്ന വണ്ടി, വാഹനം ഓടയിലേക്ക് മറിഞ്ഞ ദൃശ്യങ്ങളാണ്. ഭാഗ്യത്തിന് യാത്രക്കാർ രക്ഷപ്പെട്ടു. അശ്വിൻ പാലാഴി, അശ്വിൻ, പെട്ടെന്ന് യാത്രക്കാരെ ഇറക്കാൻ കഴിഞ്ഞു അല്ലേ? വാഗണാർ കാറാണ് ഓടി വന്ന വഴിയിൽ ഈ കാനയിലേക്ക് വീണത്. അത്യാവശ്യം ആഴമുള്ളൊരു കാനയാണ്. പക്ഷേ ഇത് റോഡ് വെള്ളം കയറിയതിനാൽ റോഡും കാനയും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ അങ്ങനെ തിരിച്ചറിയാനുള്ള കൈപ്പിടികളൊന്നും വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ വാഹനം ഈ കാനയിലേക്ക് വീഴുന്നത്. ഈ സംഭവം നടന്ന സമയത്ത് ശക്തമായ മഴയും ഉണ്ടായിരുന്നു. സമയത്തോടെ ഉണ്ടായിരുന്ന ചേട്ടൻ ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇതിൽ വീണെന്നറിയോ? ഞാൻ അവിടുന്ന് ടൂ വീലർ കൊണ്ട് വരികയായിരുന്നു. അറിയാൻ വേണ്ടി ടൂ വീലർ നിർത്തി ഇറങ്ങി നോക്കിയതാണ്. അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ള ആളുണ്ടെന്ന് അറിഞ്ഞത്. ഒരാളെന്ന്, ഡ്രൈവർ മാത്രം ഉണ്ടായിരുന്നു. വെള്ളക്കെട്ടിലൂടെ ഓടിയൊരു വാഹനമാണ് ഓടയിൽ വീണ്. ശബ്ദത്തിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം ശരിയാക്കാം. തൃക്കാക്കര കൈപ്പടമുകളിലാണ് ആ സംഭവം ഉണ്ടായത്. യാത്രക്കാർ എന്തായാലും രക്ഷപ്പെട്ടു. ഒരു ചേട്ടൻ പറയുകയാണ്. അപ്പോൾ എനിക്കൊന്ന് യാത്രക്കാരെ രക്ഷപ്പെട്ട ചേട്ടനാണ്. വണ്ടി മറിയാണെന്ന്. അല്പസമയം മുൻപ് പെരുമഴയായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ റോഡ് മുന്നിൽ കാണാൻ പറ്റാത്ത പോലുള്ള പെരുമഴയായിരുന്നു. റോഡേതാ തോടേതാ എന്നറിയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ആ റോഡിൻ്റെ സൈഡിൽ വലിയ ഓടയാണ്. അത്യാവശ്യം ആഴമുള്ള ഓടയാണ്. പക്ഷേ ഓടയും റോഡും തമ്മിൽ വേർതിരിക്കുന്ന കാര്യമായ സിഗ്നലുകളോ അല്ലെങ്കിൽ കൈവരികളോ ഒന്നും ആ റോഡിലില്ല. അറിയാവുന്ന റോഡാണത്. അപ്പോൾ അവിടെ അങ്ങനെയാണ്. അത് ഒരു വാഗണാർ കാറാണ് അങ്ങോട്ടേക്ക് മറിഞ്ഞത്. അശ്വിൻ പാലാഴി തുടരുന്നു. അശ്വിൻ, എന്തായാലും കാറ് മറിഞ്ഞപ്പോൾ തന്നെ ആളുകൾ കണ്ടു അല്ലേ? ഭാഗ്യത്തിന്. അശ്വിൻ, കേൾക്കാമോ? ഹാഷ്മി, കേൾക്കാം. ഈ വാഹനം ഇപ്പോൾ ഈ വെള്ളം വരുന്ന നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ വാഹനം വീണ്ടും ഒഴുകി പോകുന്നതാണ്. പൂർണ്ണമായും ഈ കാനയിലേക്ക് വീഴുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് വെള്ളത്തിന്റെ ഒഴുക്ക് കൂടുന്നതനുസരിച്ച് അത് വീണ്ടും ആ ഓടയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വാഹനം പൂർണ്ണമായും ഒരു കാനയിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. ഒരു അരമണിക്കൂർ മുമ്പ് അത്തരത്തിൽ ഈ വഴിയിലൂടെ സഞ്ചരിക്കവേ ഈ വാഹനം ഇങ്ങനെ റോഡിൽ നിന്നും ഓടയിലേക്ക് തെന്നി മാറിയത്. അതിപ്പോൾ ഒരു പകുതി ഭാഗം മാത്രമായിരുന്നു ഇത്രയും നേരം വീണിരുന്നത്. ഇപ്പോൾ അത് പൂർണ്ണമായും ആ ഓടയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കുന്നു. ഒപ്പം ഇതിന്റെ ജലനിരപ്പ് താഴ്ന്നതുമനുസരിച്ചാണ് ഈ വാഹനം ഇങ്ങനെ പൂർണ്ണമായും ഈ ഓടയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് തത്സമയം ഇവിടുന്ന് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ വാഹനത്തിന്റെ ഒരു പകുതിയിലധികം ഈ സമാനമായ രീതിയിൽ ഈ വെള്ളത്തിനടിയിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും ഇപ്പോൾ ബൈക്കിലെ ആ ഒരു പുറകിലെ ടയറിന്റെ ഒരു ബലത്തിലാണ് അത് മുഴുവനായും മുങ്ങാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആളുകളോട് പറയാനുള്ളത് ഇങ്ങനെ റോഡും ഓടയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ ആ വേർതിരിവില്ലാത്ത ഒരുപാട് ഇടങ്ങൾ ഇങ്ങനെ കൊച്ചിയിൽ സമാനമായ സ്ഥലങ്ങളിലുണ്ട്. അത് വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത്. എന്തായാലും ഈ സംഭവം നടക്കുമ്പോൾ ഇതിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഒരു വലിയ അപകടം ഒഴിവാക്കിയത്. അദ്ദേഹത്തിന് ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. യാത്രക്കാരുണ്ടായിരുന്നുവെങ്കിൽ ആ മറുഭാഗം പൂർണ്ണമായും യാത്രക്കാർ വെള്ളത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ടാക്സി വാഹനമാണ്. യാത്രക്കാരുണ്ടായിരുന്നില്ല അതിൽ എന്നുള്ളത് വലിയ ഭാഗ്യമാണ് എന്ന് വേണം പറയാൻ. എന്തായാലും വാഹനം പൂർണ്ണമായി ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അല്ല, നമുക്കറിയാവുന്ന റോഡാണ് ആ റോഡ്. പക്ഷേ അവിടെയുള്ള ഓട ഒരു വാഗണാർക്കാർക്ക് ഇത്തരത്തിൽ വീഴാനും പാകത്തിൽ വീതിയും വലിപ്പമൊക്കെ ഉള്ള ഓടയാണോ അത്? ഇത് ഒരാൾ താഴ്ചയുള്ള ഓടയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് ഈ റോഡിന്റെ എഡ്ജ് എന്ന് പറയുന്നത്. ഇതിനപ്പുറത്താണ് ഈ കാനയുള്ളത്. ഈ റോഡിന്റെ എഡ്ജ് ഈ വെള്ളം കയറിയപ്പോൾ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഈ ഡ്രൈവർക്ക് പറ്റിയ അബദ്ധം. വാഹനം മുന്നോട്ട് പോകാൻ ഉള്ള ഇടയുണ്ട് എന്നുള്ളത് വെച്ചാണ് വാഹനം മുന്നോട്ട് പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു വശം പൂർണ്ണമായും ഇവിടേക്ക് വീണത്. എന്തായാലും ഇപ്പോൾ ആ വാഹനം കൂടുതലായി ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. വീണ്ടും ആ ഒഴുക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് വാഹനം വീണ്ടും മുന്നോട്ട് പോകുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ താഴ്ചയിലധികം ഏകദേശം 7 അടിയോളം താഴ്ചയുള്ള ഒരു കാനയാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ഒരു വലിയൊരു അപകടം ഒഴിവായത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ വാഹനം ഇനി ഉയർത്തണമെങ്കിൽ ഈ വെള്ളം പൂർണ്ണമായി ഒഴുകി മാറണം. ഒപ്പം മറ്റു വാഹനങ്ങൾ ഇവിടേക്ക് എത്തത് ട്രെയിൻ അടക്കമുള്ള വാഹനങ്ങൾ എത്തിയാൽ മാത്രമേ ഇത് പുറത്തേക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. ഏറ്റവും വലിയൊരു അപകടം എന്ന് പറയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വേർതിരിച്ചറിയാനുള്ളൊരു ഒരു മാർഗവും ഇവിടെ ഇല്ല എന്നുള്ളതാണ് അപകടകരമായ ഒരു സാഹചര്യം. ഇങ്ങനെ ഈ കൈവരികളില്ലാത്തത് വലിയ അപകടം ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കാൽനട യാത്രക്കാർ, ഈ അപരിചിതരായ ആളുകൾ ഈ വഴി എത്തുമ്പോൾ അത് വലിയ അപകടം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്.
എന്തായാലും ഈ മഴക്കാലത്ത് വീണ്ടും ഈ വാഹനം ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാം. അതായത് പുറകിലെ ടയറിന്റെ പിടുത്തം റോഡിൽ നിന്ന് വിടുന്നു, അത് വീണ്ടും അവിടെ നിന്ന് പതിയെ പതിയെ ഈ പൂർണ്ണമായും കാനയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഈ പുറകിലെ ടയറിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ആ ഒരു ടയറിന്റെ പിടുത്തത്തിൽ മാത്രമാണ് ഇപ്പോൾ ഇത് പൂർണ്ണമായും ഈ വെള്ളത്തിലേക്ക് വീഴാതെ നിൽക്കുന്നത്. ഈ പുറകിൽ നിന്ന് വരുന്ന വെള്ളം ആ വാഹനത്തിന്റെ പുറകിൽ തട്ടി ആ ബലം, അതായത് സമ്മർദ്ദം കൂടുന്നുണ്ട്. അങ്ങനെയാണിത് ഈ ഒഴുക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് കൂടുതലായി ഇത് ആ വെള്ളത്തിലേക്ക് വീഴുന്നത്. വീണ്ടും അത് പതിയെ പതിയെ പൂർണ്ണമായും ഇപ്പോൾ അത് പൂർണ്ണമായും അത് വാഹനം അവിടേക്ക് വീഴുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തടയാനോ മറ്റ് ഒരു കാര്യങ്ങൾക്കോ ഇപ്പോൾ സാധിക്കുന്ന ഒരു അവസ്ഥയല്ല. അല്ലെങ്കിൽ വാഹനം മറ്റേതെങ്കിലും പോസ്റ്റിലോ വല്ലതും കയറുകൊണ്ട് കെട്ടിയിടേണ്ടി വരും. എന്തായാലും ഇപ്പോഴും അത് പതിയെ പതിയെ നീങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു ഈ വാഹനം പൂർണ്ണമായി മുങ്ങാനുള്ള ആഴം ഈ കാനക്കുണ്ട് എന്നുള്ളത് സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 7 അടിയോളം താഴ്ചയുള്ള കാനയാണ്. അത് വലിയ അപകടമാണ്. തൃക്കാക്കര നഗരസഭാ പരിധിയിലാണ് ഈ സംഭവം. ഈ കാനയും റോഡും തമ്മിൽ വേർതിരിച്ചറിയാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാത്ത ഒരു സംവിധാനം. വേറെ വല്ല എന്താണ് വലിച്ചു കയറ്റാനുള്ള വണ്ടിയൊന്നും ഇപ്പോൾ നടക്കില്ല. കാര്യം അവിടെ മൊത്തം വെള്ളക്കെട്ടാണ്. വണ്ടി വരെ നടക്കില്ല. ഈ വണ്ടി ഒലിച്ചു പോകാതിരിക്കാൻ എന്തെങ്കിലും അവിടെ നിൽക്കുന്നവർക്കോ നമുക്കോ ചെയ്യാൻ പറ്റുമോ അശ്വിന്? അത് പരിശോധിക്കുന്നുണ്ട് ഹാഷ്മി. കാരണം ഏതെങ്കിലും ഒരു കയറോ എന്തെങ്കിലും വെച്ച് ഇത് ഈ സമയത്തൊന്നും കെട്ടാൻ പറ്റിയ മരമൊന്നുമില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഇവിടെ പൂർണ്ണമായും മതിൽ മാത്രമാണുള്ളത്. അല്ലെങ്കിൽ വൈദ്യുതി പോസ്റ്റ്, അത് ഈ കാറ് താങ്ങാനുള്ള ഒരു ബലമുള്ള വൈദ്യുതി പോസ്റ്റുകൾ പോലും ഈ സമീപത്തില്ല. അതുകൊണ്ട് ഇത് കെട്ടി നിർത്തുക എന്നുള്ളത് പ്രായോഗികമല്ല എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് ഒഴുകിപ്പോയാലും അപ്പുറത്ത് ഒരു മതിലാണുള്ളത്. അവിടെ ഇടിച്ചു നിൽക്കാനാണ് സാധ്യത. കൂടുതൽ ദൂരത്തേക്ക് എന്തായാലും ഒഴുകി പോകില്ല. പക്ഷെ അത് വാഹനത്തിനുണ്ടാകുന്ന നഷ്ടം അത് വലുതായിരിക്കും പൂർണ്ണമായും വെള്ളത്തിലേക്ക് പോയാൽ. ഇപ്പോൾ തന്നെ പകുതിയിലധികം അത് വെള്ളത്തിനടിയിലായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് വാഹനം വലിച്ചു കയറ്റാൻ പറ്റുന്ന വാഹനങ്ങൾക്ക് പോലും ഇങ്ങോട്ട് വരാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അത്രത്തോളം വെള്ളക്കെട്ടുണ്ട്. അതായത് ഇങ്ങോട്ട് വരുന്ന എല്ലാ റോഡുകളും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പ്രശ്നം. 1-2 പ്രശ്നം ചോദിക്കുന്നുണ്ട്. ഇർഷാദ് പുല്ലോട്ടൊക്കെ അത് കയറ്റാൻ ശ്രമിച്ചുകൂടെ? കയറ്റാൻ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ മറ്റു വണ്ടികളോ വലിച്ചു കയറ്റാൻ ഒരു വണ്ടികളൊന്നും വരാൻ പറ്റാത്തവരെ അവിടെ ചുറ്റും വെള്ളക്കെട്ടാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ടത് അങ്ങനെ വെള്ളക്കെട്ട് കയറി നിൽക്കുന്ന സ്ഥലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ജാഗ്രതയോടെ മാത്രം, പരമാവധി വെള്ളക്കെട്ടിൽ വണ്ടി ഇറക്കാതിരിക്കുക. ഇറക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ജാഗ്രതയോടെ ഓടിക്കുക. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.